ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുത്താലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പുമാവ്. ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണിത്. റവപ്പൊടി കൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വലുപ്പത്തിലുള്ള 2 മുളകും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ഒരു സവോളയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഒരു ചട്ടി ചൂടാക്കി അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 3/4 ടീസ്പൂൺ കടുകിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇടാം. ഇവിടെ ഞാൻ 3 വറ്റൽമുളക് 2ആയി കീറിയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഞാൻ 2 പച്ചമുളകും കൂടി മുറിച്ചിടുന്നുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടാൽ മതി. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 2 തണ്ട് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് നന്നായി മൂത്ത് വന്ന ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയും ഇതിലേക്ക് ഇടാവുന്നതാണ്. ഇവിടെ ഞാൻ ക്യാരറ്റും സവോളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. കൂടുതലായി വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിലുള്ള ക്യാരറ്റും സവോളയൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത ശേഷം ഞാൻ നന്നായി ഇവിടെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇവിടെ ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ വെള്ളം ഒഴിച്ചത് നന്നായി ഒന്ന് തിളച്ച് വരണം. വെള്ളം ഒഴിച്ച ശേഷം ഞാൻ ഇതിലേക്ക് നെയ്യ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് നെയ്യാണ് ചേർക്കുന്നുള്ളൂ. നെയ്യ് ചേർത്താൽ ഉപ്പുമാവിന് നല്ല സ്വാദുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കാൻ നേരത്തെ വെളിച്ചെണ്ണയോടൊപ്പം കുറച്ച് നെയ്യ് ചേർത്ത് കടുക് പൊട്ടിക്കാവുന്നതാണ്. ചെറിയ കപ്പ് റവയാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് നന്നായി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച ശേഷം നമുക്ക് റവ ഇതിലേക്ക് ഇടാവുന്നതാണ്. റവ ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കും. റവപ്പൊടി ഇട്ട ശേഷം ഞാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കടയിൽ നിന്ന് മേടിച്ച വറുത്ത റവയാണ്. ഇത് വീണ്ടും വറുക്കേണ്ടതില്ല. അല്പാൽപമായി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുന്നുണ്ട് ഞാൻ. എല്ലാം മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ആവശ്യമെങ്കിൽ ഇടാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.